ഹലോ, വെൽക്കം ടു അവർ ചാനൽ. സോ ഇന്ന് നിങ്ങൾ തമ്മിലും ടൈറ്റിലും ഒക്കെ കണ്ട പോലെ ഞാൻ ഇന്ത്യൻ കോഫി ഹൗസ് സ്റ്റൈലിൽ ഒരു മസാല ദോശ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് കോഫി ഹൗസിലെ മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ്. ഒരു വെറൈറ്റി അല്ലേ, ബീട്രൂട്ടും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് സ്പെഷ്യലാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശ ഇഷ്ടമാണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് മസാല ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ മസാല ദോശയുടെ കൂടെ കഴിക്കാനായിട്ട് സാമ്പാറും ചട്നിയും ഉണ്ടാക്കുന്നുണ്ട്. ഇത് സാമ്പാറിലേക്ക് വേണ്ടി ആവശ്യമുള്ള കഷ്ണങ്ങളാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക, ഒരു മുരിങ്ങക്കായ, ഒരു ക്യാരറ്റ്, ഒരു വഴുതനങ്ങ, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, നല്ല പഴുത്തൊരു തക്കാളി, 5-6 വെണ്ടയ്ക്കായ, ഒരു സവോള, കറിവേപ്പില, പിന്നെ ഒരു വലിയ പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. ഈ പച്ചമുളകിന് അത്യാവശ്യം നല്ല നീളമുള്ളത് കൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളത്. പിന്നെ ആദ്യം തന്നെ നമ്മൾ സാമ്പാറിലേക്ക് ആവശ്യമുള്ള വാളംപുളി കുതിരാനായിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അപ്പോൾ ബാക്കിയെല്ലാം ആയി വരുമ്പോൾ ഇത് കുതിർന്നിരിക്കും. അടുത്തതായിട്ട് ഞാൻ സാമ്പാറിലേക്ക് ആവശ്യമുള്ള കുറച്ച് പരിപ്പ് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് വേവിക്കാനായിട്ട് വെക്കുകയാണ്. ഒരു വിസിൽ മതിയാവും. ആ ഒരു സമയം കൊണ്ട് ഇത് നല്ലപോലെ വെന്ത് കിട്ടും. അങ്ങനെ പരിപ്പ് വേവിക്കാൻ വെച്ച സമയത്ത് ഞാനിവിടെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് പെരക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാമ്പാറിൽ അരിയുമ്പോൾ എപ്പോഴും ഈ കഷ്ണങ്ങളിങ്ങനെ ക്യൂബ്സ് പോലെയാണ് അരിയുന്നത്. ക്യാരറ്റും ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കയും സവോളയൊക്കെ. അപ്പോൾ നമ്മൾ അവിയലിനാണ് അരിയുന്നതെങ്കിൽ കുറച്ച് നീളത്തിലായിരിക്കും അരിയുക. പിന്നെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് വലുപ്പവും ചെറുപ്പവും ഒക്കെ ആയിട്ട് കുറയ്ക്കാം. എനിക്ക് കുഞ്ഞായിട്ട് അരിയുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനൊരു മീഡിയം സൈസിലാണ് കഷ്ണങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പരിപ്പിൻ്റെ വിസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. വിസിൽ വന്നതിന് ശേഷം നമ്മളത് തണുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ വിസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പ് അത്യാവശ്യം വെന്തിട്ടുണ്ട്. ബാക്കി കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞത് ഞാൻ വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരുന്നത്. അല്ലെങ്കിൽ ഈ വഴുതനങ്ങയൊക്കെ കറുത്തു പോവും. തക്കാളി മാത്രമാണ് വെള്ളത്തിലിടാതെ വെച്ചിരുന്നത്. അങ്ങനെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മളിത് വേവിക്കാൻ വെക്കുവാണ്. ഒരു വിസിൽ മതിയാവും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് മസാല ദോശയുടെ മസാല റെഡിയാക്കാം. ഇവിടെ ഞാനൊരു 3 ഉരുളക്കിഴങ്ങ്, 2 ബീറ്റ്റൂട്ട്, കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 സവോള, കറിവേപ്പില, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. കാര്യം വെളുത്തുള്ളി ഇടുമ്പോഴത്തേനും നല്ലൊരു ഫ്ലേവർ അതിന് കിട്ടും. പിന്നെ ഒരു പച്ചമുളകും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഉരുളക്കിഴങ്ങും ബീറ്റ്റൂട്ടും അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മളിതൊന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ്. ഇത് നല്ലപോലെ വെന്ത് കുഴഞ്ഞ് വരണം. ഇത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ടായിരുന്നു. വിസിലും പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതെല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. നമ്മൾ സാമ്പാർ പൊടി സാമ്പാറിലേക്ക് ഡയറക്റ്റ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളം എടുത്ത് ആവശ്യത്തിനുള്ള പൊടി അതിൽ കലക്കിയിട്ടാണ് ഒഴിക്കുക. അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് സാമ്പാറിൽ അതുപോലെ തന്നെ കിടക്കും. അത് കിട്ടുന്നവർക്ക് ഭയങ്കര ഡിസ്കംഫർട്ടായിരിക്കും. സാമ്പാർ പൊടി നമ്മുടെ ഒരു രുചിക്കനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 6 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ നമ്മൾ വെള്ളത്തിൽ കുതിരാനിട്ടിരുന്ന പുളി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈകൊണ്ട് അതൊന്ന് ഞെരടി ആ പുളി വെള്ളമായിട്ട് നന്നായിട്ട് യോജിപ്പിക്കുകയാണ്. അതിനുശേഷം നമ്മൾ അതിൻ്റെ വേസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാമ്പാർ പൊടി കലക്കിയതും പുളി വെള്ളവും ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. നമ്മുടെ സാമ്പാർ ഞാൻ ഒന്നും കൂടെ അടുപ്പത്ത് വെച്ച് ചൂടാക്കാനായിട്ട് വെച്ചു. അപ്പോൾ അത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന സാമ്പാർ പൊടിയും അതുപോലെ പുളി വെള്ളവും കൂടെ അതിലേക്ക് ചേർക്കുകയാണ്. പുളി വെള്ളം ഒറ്റയടിക്ക് മുഴുവൻ ഒഴിക്കേണ്ട, നമ്മുടെ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. കുറച്ച് നേരം ഇനി ഇതിവിടെ ഇരുന്നൊന്ന് പറ്റട്ടെ. ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ നമ്മുടെ മസാലയ്ക്കുള്ള ഉരുളക്കിഴങ്ങും ബീറ്റ്റൂട്ടും നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ സാമ്പാറും മസാലയും റെഡിയാകുന്ന സമയത്ത് നമുക്ക് ചട്നി ഉണ്ടാക്കാം. ഇതൊരു എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ചട്നിയാണ്. അപ്പോൾ നമുക്കിവിടെ ആവശ്യമുള്ളത് ഒരു ചെറിയ സവോള, ഒരു തക്കാളിയുടെ പകുതി, പിന്നെ ഒരു ചെറിയ ഉണ്ട പുളി, 5-6 വറ്റൽ മുളക്, ഒരു പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് ശർക്കര, പിന്നെ ആവശ്യത്തിന് തേങ്ങ.
ചമ്മന്തിക്കുള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ നോക്കുമ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനതിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. കുറച്ചും കൂടെ വെള്ളമുണ്ട്, അതും കൂടെ ഒന്ന് പറ്റട്ടെ. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സാമ്പാർ നന്നായിട്ട് പറ്റി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട കടുക് പൊട്ടിക്കുകയാണ്. കുറച്ച് കടുകും വറ്റൽമുളകും വേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മൾ കടുക് പൊട്ടിച്ച് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാമ്പാർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചട്നി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. സവാളയും ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ എണ്ണയിൽ അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ചേർക്കുകയാണ്. അത് നമ്മൾ ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ആ പച്ചമുളകും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ഏകദേശം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് തേങ്ങ, ഞാനിവിടെ ഒരു 2 സ്പൂൺ പറയാനുള്ളൂ, അത്രയും തേങ്ങ ആഡ് ചെയ്യുന്നുള്ളൂ, അതിട്ട് കൊടുക്കുകയാണ്. കൂട്ടത്തിൽ പുളിയും ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു കൂട്ടിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് പറ്റുന്ന വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. വെള്ളം ചേർത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ശർക്കരയും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം കുറച്ചൊന്ന് പറ്റിയാൽ മതി, മുഴുവനായിട്ട് പറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അവസാനമായിട്ട് 1-2 കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചമ്മന്തിയുടെ ആ കൂട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നമ്മുടെ ചമ്മന്തിയുടെ മിക്സ് ചൂടാറുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മസാല റെഡിയാക്കാം. അതിന് ഞാൻ ആദ്യം കടുക് പൊട്ടിക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് നീളത്തിൽ കനം കുറച്ചിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കുകയാണ്. സവാളയും ഞാൻ നീളത്തിൽ നല്ല കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും നല്ലപോലെ വഴന്നു വരണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ പൊടി ജസ്റ്റ് അതിൻ്റെ പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും ബീറ്റ്റൂട്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കാര്യം മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളി അതൊക്കെ എല്ലാ സൈഡിലും ഒരുപോലെ എത്തണം. എന്നിട്ട് ആ വെള്ളം പറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയാണ്. അപ്പോൾ നമ്മുടെ പാത്രത്തിൽ നിന്ന് കണ്ടോ ഇങ്ങനെ വിട്ട് വിട്ട് വരുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോഴാണ് അത് കറക്റ്റ് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കോഫി സ്റ്റൈൽ മസാല റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ നമ്മുടെ ചട്നി ഒന്ന് അരച്ചെടുക്കുവാണ്. ചൂടെല്ലാം ആറിയിട്ടുണ്ട്. ഇതിൽ ഉപ്പുണ്ടോ എന്ന് മാത്രം ഒന്ന് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കുക. നല്ല മഷി പോലെ അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചട്നി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മസാല ദോശ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഞാനിവിടെ നെല്ലറയുടെ റെഡിമെയ്ഡ് ദോശ ഇഡ്ഡലി ബാറ്ററാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കല്ല് ചൂടായിട്ട് കുറച്ച് വെള്ളം തളിച്ച് നോക്കുകയാണ്. കാര്യം ഓവറായിട്ട് ചൂടാവാൻ പാടില്ല, നമുക്ക് ആ ദോശ ഭയങ്കര നൈസായിട്ട് കിട്ടില്ല. അതിനുശേഷം നമ്മൾ ദോശമാവ് കുറച്ചൊഴിച്ച് നല്ലപോലെ ഒരു ദോശ പരത്തിയെടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഞാനിതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദോശയുടെ ഒരു സൈഡ് ഏകദേശം മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് തിരിച്ചിടുകയാണ്. മറുവശവും നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞ് നമ്മുടെ ദോശ നമ്മൾ ഒന്നും കൂടെ തിരിച്ചിടുകയാണ്. ഇനിയാണ് നമ്മൾ മസാല വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള മസാല കുറച്ചെടുത്തൊന്ന് വെച്ചിട്ട് ദോശയുടെ ഒരു സൈഡിലായിട്ട്, അതായത് ഏകദേശം ഒരു പകുതി ഭാഗത്തായിട്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡ് മറിച്ചിട്ട് മസാല ദോശ ഒന്ന് നമുക്ക് മടക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി കോഫി ഹൗസ് സ്റ്റൈൽ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെയ് റോസ്റ്റ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരല്ലേ ഉള്ളത്? അപ്പോൾ ഞാനൊരു 2 നെയ് റോസ്റ്റും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് മസാല ദോശ കൂടാതെ.
അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ദോശമാവ് നല്ല കനം കുറച്ചിട്ട് പരത്തുക, കുറച്ചധികം നെയ്യിടുക, നല്ല ക്രിസ്പി ആവുന്നവരെ നമ്മൾ തിരിച്ചും മറിച്ചും ഇടുക. അപ്പോൾ നമ്മുടെ ദോശയും നെയ് റോസ്റ്റും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി സാമ്പാറും ചമ്മന്തിയും എല്ലാം കൂട്ടി നമ്മൾ ഈ മസാല ദോശയും നെയ് റോസ്റ്റൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണ്. നല്ല ചൂടോടെ തന്നെ കഴിക്കണം, അപ്പോഴാണ് ശരിക്കും ആ ഒരു ടേസ്റ്റ് അങ്ങനെ തന്നെ കിട്ടുക. അപ്പോൾ നമ്മുടെ മസാല ദോശയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്വാദിച്ചിനെ കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്തിട്ട് എന്താ പറയുന്നത് നോക്കാം. എങ്ങനെയുണ്ട്? കോഫി ഹൗസിൽ ആ ഒരു ഫീൽ ഉണ്ടോ? കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ചട്നി എങ്ങനെയുണ്ട്? ചട്നി സാമ്പാറും സൂപ്പറാണ്. സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ കോഫി ഹൗസിലെ മസാല ദോശ ഇഷ്ടമുള്ളവർ എന്താണെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ചട്നി ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, അത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് ഞങ്ങൾ വീണ്ടും വരും. ബൈ. ബൈ.